നമസ്കാരം. ഇപ്പോൾ ഈ പാറ്റാ സമരങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ ഈ കഴിഞ്ഞ 2025 ഡിസംബർ മുതൽ ജനുവരി 2026 വരെ നീണ്ട ഒരു വലിയ പ്രക്ഷോഭമുണ്ടായിരുന്നു, ജനകീയ പ്രക്ഷോഭം. ഏതാണ്ട് 50,000-ഓളം പേർ കൊല്ലപ്പെട്ട ഒരു പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി ആളുകളെ ഇറാനിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് 63 പേരെയാണ് അവർ തടവിലാക്കിയിരുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ചിലർ, ഏതാണ്ട് 22ഓളം പേർ, ഒരു 4 സെക്യൂരിറ്റി ഓഫീസർമാരുടെ, അതായത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ മരണത്തിന് കാരണമായ ഒരു സംഭവത്തിൻ്റെ പേരിലും മറ്റ് ചില അക്രമ സംഭവങ്ങളുടെ പേരിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. 23ഓളം പേർ ഗുരുതരമായ കുറ്റം എന്നുള്ള തരത്തിൽ ഇറാനിയൻ ഭരണകൂടം കാണുന്നൊരു കുറ്റകൃത്യങ്ങളുടെ പേരിൽ. അവരിൽ 2 പേരെ, ചിലർ പറയുന്നു 3 പേരെന്ന്, കാരണം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവരിതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. 2 പേരെ ഇന്നലെ നമ്മുടെ ഇന്ത്യൻ സമയം പാതിരാത്രിക്ക് തൂക്കിക്കൊന്നു, പരസ്യമായി തന്നെ. അതും ആ വിവരങ്ങളിലേക്ക് ഞാൻ വരാം. അതിൽ ഒരാളുടെ പേര് അബൂ ഫസൽ സപാഹി ബദ്ജാനി, യുവാവാണ്. അബൂ ഫസൽ ബദ്ജാനിക്കൊപ്പം തന്നെ മറ്റൊരാളെയും, അമീർ ഹുസൈൻ സഫാരി ഹുസൈനാബാദി. ഈ ഹുസൈനാബാദി, സപാഹി എന്നൊക്കെ ഉള്ളത് ഭാരതീയമായിട്ടുള്ള പേരുകളുടെ ഒരു അവസ്ഥാന്തരമാണ്, അല്ലെങ്കിൽ ഒരു പരിണാമം പ്രാപിച്ചിട്ട് രൂപമാണ്. എന്നാൽ പോലും 2 യുവാക്കളെ, ഒരിക്കൽ കൂടി പേര് വായിക്കാം: അബൂ ഫസൽ സപാഹി ബദ്ജാനി, അമീർ ഹുസൈൻ സഫാരി ഹുസൈനാബാദി. അവരുടെ 2 പേരുടെയും ചിത്രങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് പ്രേക്ഷകർക്കായിട്ട് ഞാനൊന്ന് കാണിക്കാം. ഈ 2 യുവാക്കളും ഇവർ ഈ പറയുന്ന സംഭവങ്ങളിൽ സന്നിഹിതരെ അല്ലായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് പ്രക്ഷോഭകർക്ക് സംഘർഷത്തിലേർപ്പെടേണ്ടി വരികയും ആ സംഘർഷത്തിൻ്റെ ഫലമായി ഈ പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അക്രമം അഴിച്ചു വിട്ടുവെന്ന് പ്രതിഷേധക്കാർ ഞങ്ങളെയാണ് ആക്രമിച്ചതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ടു, 50,000-ഓളം പ്രതിഷേധക്കാരും കൊല്ലപ്പെട്ടു. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ വധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ തൂക്കിക്കൊന്ന അതേ ഒരു ചൗക്ക് പോലുള്ളൊരു സ്ഥലമുണ്ട്, ഇസ്ഫഹാൻ അലി ഖാനി സ്ക്വയർ. ഇസഫഹാൻ അലി ഖാനി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജംഗ്ഷനോ അല്ലെങ്കിൽ ജംഗ്ഷനിലും ഒരല്പം വലിപ്പം കൂടിയൊരു പ്രദേശമോ, ഇസഫഹാൻ അലി ഖാനി സ്ക്വയറിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഇവരെ 2 പേരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നു എന്നുള്ള രീതിയിലാണ് ശിക്ഷ നടപ്പാക്കപ്പെട്ടത്. ഇവരുടെ വിചാരണ വളരെ രഹസ്യമായിട്ടാണ് നടന്നതെന്നാണ് അവരുടെ പക്ഷത്തുള്ള ആളുകൾ പറയുന്നത്. സർക്കാർ തന്നെ അനുവദിച്ച വക്കീലന്മാരായിരുന്നു ഇവർക്ക് വേണ്ടി വാദിച്ചത്. അവരാകെ ചെയ്തത് ഈ വിചാരണ നടപടികൾ അതിവേഗത്തിലാക്കുവാനും വധശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പാക്കുവാനും വേണ്ടിയിട്ടായിരുന്നു. ഇവരുടെ പേരിൽ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം ദൈവത്തിനെതിരെ പ്രവർത്തിച്ചു, രാജ്യത്ത് അക്രമം വിതയ്ക്കുവാൻ ശ്രമിച്ചു. അതായത് ദൈവത്തിനെതിരായ ശത്രുത, ഭൂമിയിൽ അഴിമതി പലർത്തൽ. അഴിമതി എന്നുള്ളതല്ല ശരിക്കും അതിൻ്റെ ഒരു വേർഡ്, കറപ്ഷൻ എന്നാണ് അതിൻ്റെ ഒരു യഥാർത്ഥ തർജ്ജിമ. അതായത് ഭൂമിയിലൊരു എന്താ പറയുക, ഒരു ദുഷിപ്പുണ്ടാക്കുക എന്നുള്ളത് വേണമെങ്കിൽ ലളിതമായി നമുക്ക് പറയാം. അത്തരത്തിലാണ് അതിൻ്റെ ഒരു തർജ്ജിമ. ദൈവത്തിനെതിരെയുള്ള യുദ്ധമാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. ആ പ്രശ്നത്തിൽ ശരിയാ കോടതിയാണ് ഇവരെ വിചാരണ ചെയ്തതെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഫലം എന്താകുമെന്നുള്ളത് ആദ്യമേ തന്നെ അവരുടെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു. എന്നാൽ പോലും അന്താരാഷ്ട്ര സംഘടനകളെ ഇടപെടുത്തി ന്യായപൂർവമായ, നീതിപൂർവമായൊരു വിചാരണ ഇവർക്ക് ലഭിക്കുവാനായി അവർ ശ്രമം നടത്തിയിരുന്നു, പ്രതീക്ഷകളൊന്നുമില്ലായിരുന്നെങ്കിൽ പോലും. പക്ഷേ മൊഹറബ, ഇംഗ്ലീഷിൽ അതിനെ MOHAREBEH, മൊഹറബ, ഇറാനിയൻ ഡയലക്റ്റിൽ അറബി അറിയാവുന്നവർ എൻ്റെ ഉച്ചാരണം തെറ്റാണെങ്കിൽ ഒന്ന് തിരുത്തുക. മൊഹറബ എന്ന് പറയുന്നതാണ് ഈ ദൈവത്തിനെതിരെയുള്ള ശത്രുത അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കൽ. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയിൽ ദുഷിപ്പ് പരത്തുക. ദുഷിപ്പ് പരത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടത്തിന് ദൈവസിദ്ധമായിട്ടുള്ള അധികാരം ലഭിച്ച ഖമനേയിമാർക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക. അതാണ് ഇവർക്കെതിരെയുള്ള കുറ്റവിചാരണ. ഇത്രയും കാര്യങ്ങളൊന്നും ഞാനൊന്ന് കുറിപ്പായിട്ട് എഴുതി വച്ചിരുന്ന ഈ പലരുടെയും പേരുകളും ഈ നിയമങ്ങളുടെ പേരുകളും ഒക്കെ, അല്ലെങ്കിൽ അവർ ചുമത്തുന്ന വകുപ്പുകളുടെ ഈ ഇറാനിയൻ ഭാഷയിലുള്ള
ഒരു തർജിമയോ അല്ലെങ്കിൽ ഒരു ഉച്ചാരണമോ ഒന്ന് തെറ്റിപ്പോകാതിരിക്കാനാണ്. ഈ വിചാരണയും വധശിക്ഷയും ഇപ്പോൾ തുടങ്ങിയതല്ല. മാർച്ച് 19-ാം തീയതി മുതൽ തന്നെ ഇത്തരത്തിലുള്ള വിചാരണകൾ കൃത്യമായി നടക്കാറുണ്ട്. ഏതാണ്ട് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളനുസരിച്ച് ഇതുവരെ 26 പ്രക്ഷോഭകാരികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. അവരുടെ പേരുകൾ, ഇവരുടെ 2 പേരുടെ പേരുകൾ, ഇപ്പോൾ പറഞ്ഞവരുടെ പേരുകൾ കൂടാതെ 27 പേർ: സാലെ മുഹമ്മദി, സയ്യിദ് ദാവൂദി, മെഹദി ഗഷമി, അമീർ ഹുസൈൻ ഹത്താമി, മുഹമ്മദ് അമീൻ ബിഗ്ലാരി, ഷഹീൻ വേദപ്രാസ്ത് കോളർ, അലി ഫാഹിം, അമീർ അലി മിർ ജാഫരി, ഇർഫാൻ കൈനി, സസാൻ അസദ്വർ, ഇബ്രാഹിമി ദൗലത്ബാദ് നജേരി, മെഹദി റസൂലി, മുഹമ്മദ് സാമിരി, മുഹമ്മദ് അബ്ബാസി, അബ്ബാസ് അക്ബരി ഫൈസിയാബാദി, അഷ്കിൻ മലേക്കി, മെഹർദാത്ത് മുഹമ്മദ് മദീന, ഫതാഉള്ള അവാരി, ജവേദ് സമാനി, അബോ ഫസൽ സയ്യിദി, അബോ ഫസൽ സപ്പായി അല്ല, മറ്റൊരു അബോ ഫൈസി സയ്യിദി, മുഹമ്മദ് അമീൻ ദഹ്ഗാനി, ഇർഫാൻ എസ്വാന്തരി, ഗോൽ മുഹമ്മദ് മുഹമ്മദി, മെഹദി ഖനാക്കി, അബോ ഫസൽ സപ്പാഹി ബാദജാനി. ഇവരുടെ അവസാനത്തേത് അമീർ ഹുസൈൻ സഫാരി ഹുസൈനാബാദി. ഇത്രയും പേര് ചേർന്ന് ഏതാണ്ട് 26 പേർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഇവരെ കൂടാതെ 26 പേരെന്നാണ്. 26 പേർ ഇവരെയും ചേർത്ത് വധിക്കപ്പെട്ടു എന്നാണ്, വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ. മനുഷ്യാവകാശ സംഘടനകളൊക്കെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. പതിവ് പോലെ ഭാരതീയ മാധ്യമങ്ങൾ ഇതറിഞ്ഞിട്ടില്ല, പലരും അറിഞ്ഞിട്ടില്ല. ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ഈ വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇതൊരു എക്സ്ക്ലൂസീവ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം തത്വമേ ന്യൂസിനെ സംബന്ധിച്ച്. കാരണം മലയാള മാധ്യമങ്ങൾ ഇത് അറിഞ്ഞ ഭാവം കാണിച്ചിട്ടില്ല. ഈ വിഷയം പറഞ്ഞത് ഈ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമല്ല. കാരണം നീതിപൂർവമായിട്ടുള്ളൊരു വിചാരണ അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് അവരുടെ ബന്ധുക്കളും അവരുടെ മിത്രങ്ങളും പറയുന്നത്, അവരുടെ പക്ഷത്തുള്ളവരും പറയുന്നത് അല്ലെങ്കിൽ ആരോപിക്കുന്നത് ഏറെക്കുറെ സത്യമാണെന്ന് നമുക്ക് തന്നെ അറിയാം. കാരണം ഇറാൻ്റെ ഒരു ഭരണവ്യവസ്ഥ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള കാലത്ത് അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഭരണകർത്താവേ ഇല്ല. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ ഭരണമാണ്. അതിൽ തന്നെ തലവൻ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ലോകത്തിന് യാതൊരു വിവരവുമില്ല. അത് വേണമെങ്കിൽ അവരുടെ ഒരു സുരക്ഷാ ഭീഷണിക്കെതിരെയുള്ള മുൻകരുതൽ, അവർക്ക് നേരെയുള്ള സുരക്ഷാ ഭീഷണിയെ കരുതിയുള്ള മുൻകരുതലാണെന്ന് നമുക്ക് കണ്ണടയ്ക്കാം. പക്ഷേ അവരുടെ ഒരു ഭരണക്രമം ശരിയാ നിയമം അനുസരിച്ച് വിചാരണ ചെയ്യപ്പെടുന്നവന് രക്ഷയില്ല എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെയാണ് വിചാരണ തുടങ്ങുന്നതെന്ന് വേണം കാണാൻ. അതിപ്പോൾ ഇറാനെ മാത്രം കുറ്റം പറയുവാൻ സാധിക്കില്ല. കൃത്യമായിട്ട് ശരിയാ നിയമം നടപ്പാക്കപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിലും ഇതുതന്നെയാണ് ഗതി. ദൈവത്തിനെതിരെയുള്ള യുദ്ധം അല്ലെങ്കിൽ ദൈവത്തിനെതിരെയുള്ള ശത്രുത എന്നുള്ളൊരു വകുപ്പ് ചുമത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലാഷ്ഫമി എന്നുള്ളൊരു വകുപ്പ് ചുമത്തിക്കഴിഞ്ഞാൽ, അപ്പാർത്തിഹൈഡ്, മതം വിട്ടുപോവുക എന്നുള്ള ഒരു കുറ്റം ചുമത്തിക്കഴിഞ്ഞാൽ പിന്നെ വധശിക്ഷയല്ലാതെ മറ്റൊരു ശിക്ഷ ഇവന് ലഭിക്കില്ല. ഇവൻ വധശിക്ഷയ്ക്ക് അർഹനാണ്. ഇനി മറ്റു കാര്യങ്ങൾ പറയൂ. നീ തെറ്റ് തിരുത്തി മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? പരസ്യമായി മാപ്പ് പറയുമോ? കുറ്റസമ്മതം നടത്തുമോ? അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വിചാരണകളിൽ ചോദ്യങ്ങളായി ചോദിക്കപ്പെടുക. അതിനപ്പുറത്തേക്ക് നീതിപൂർവമായിട്ട് നീ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഇത് കുറ്റമാകുന്നത് എങ്ങനെ, ഇതൊന്നും അവിടെ പ്രസക്തമല്ല. ഇതാണ് പലപ്പോഴും ഇവിടെ പല ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളും നടക്കുമ്പോൾ ഗൾഫിലുള്ള നിയമങ്ങൾ വരണമെന്ന് പലരും നിലവിളിക്കുമ്പോൾ ഞാനൊക്കെ അതിനെ വ്യക്തിപരമായി എതിർക്കുന്നത്. കാരണം അത്തരത്തിലുള്ള കാട്ടറബി നിയമങ്ങൾ ഒരു രാജ്യത്തും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ട്. ഇനി മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ വിഷയം ഇന്നെടുത്തത് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. സത്യത്തിൽ പ്രക്ഷോഭകാരികളുടെ കാര്യമൊന്ന് പരിഗണിക്കാനാണ്. പ്രക്ഷോഭകാരികൾക്ക് ജനാധിപത്യപരമായിട്ടുള്ളൊരു വിചാരണ ലഭിക്കാതെ ഒരു ഭരണകൂടം ഏകാധിപത്യപരമായി പെരുമാറിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ 26 പേരുകൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. 26 പേരുകൾ എന്നുള്ളത് ഔദ്യോഗികമായി പുറത്തു വന്ന പേരുകൾ മാത്രമാണ്. ഞാനത് വീണ്ടും പറയുന്നു. നിരവധി ആളുകളെ പുറത്തുവിടാത്ത വിവരങ്ങളനുസരിച്ച് വധശിക്ഷയ്ക്ക് നേരിട്ട് വിധേയരാക്കിയിട്ടുണ്ട്. സർക്കാർ തന്നെ ജയിലിലടച്ച്, ഭരണകൂടം തന്നെ ജയിലിൽ അടച്ച് തൂക്കിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുമപ്പുറം പ്രക്ഷോഭക്കാർക്ക് നേരെ സുരക്ഷാ സൈന്യം നടത്തിയ വെടിവെപ്പിലും മറ്റ്
ആക്രമണങ്ങളിൽ ഏതാണ്ട് 50,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, പ്രക്ഷോഭകാരികൾ, പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര സംഘടനകൾ തന്നെ പറയുന്നത്. അത്തരത്തിലുള്ള ഏകാധിപത്യപരമായിട്ടുള്ളൊരു ഭരണമാണ് ഭാരതത്തിലെന്നാണ് പാറ്റകളും ജോൺ ബ്രിട്ടാസും എ റഹീമും മറ്റ് ഇടത് ആവാസ വ്യവസ്ഥകളും ജിഹാദികളും ആരോപിക്കുന്നത്. ഏകാധിപത്യപരമായിട്ടുള്ളൊരു ഭരണകൂടം പ്രക്ഷോഭകാരികളെ, ഭരണകൂടത്തിനെതിരെ എന്ത് വിഷയവുമായിക്കോട്ടെ, നിങ്ങൾ എന്ത് വിഷയത്തിന് വേണ്ടിയിട്ട്, ന്യായമുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏത് വിഷയത്തിന് വേണ്ടിയിട്ടും ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങിയാൽ നിങ്ങൾ അക്രമമൊന്നും കാണിക്കേണ്ട, സമാധാനപരമായിട്ടുള്ള പ്രക്ഷോഭം നടത്തിയാൽ മതി. ആ പ്രക്ഷോഭത്തിനെ അവർക്ക് നേരിടുന്നത് ഇത്തരത്തിലായിരിക്കും. 50,000 പേരെ വെടിവെച്ചും ടാങ്ക് കയറ്റിയും മറ്റ് രീതികളിലുമെല്ലാം കൊലപ്പെടുത്തും, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും, പ്രക്ഷോഭകാരികളുടെ നേതാക്കളെന്ന് തിരിച്ചറിയപ്പെടുന്നവരെ അല്ലെങ്കിൽ പൊതുമുഖങ്ങളായി ഉയർന്നു വരുന്നവരെ ഇത്തരത്തിൽ ഒരു വ്യാജ വിചാരണകളിലൂടെ, അല്ലെങ്കിൽ ഒരു നീണ്ട വിചാരണയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയ വ്യാജ വിചാരണകളിലൂടെ വധശിക്ഷയ്ക്ക് വിധിച്ച് പരസ്യമായി തൂക്കിക്കൊല്ലും. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ഒരു ഏകാധിപതിയായിരുന്നു സത്യത്തിലെന്ന് വിചാരിക്കുക. അഭിജിത് ദീപ്കെ, അശോക് റാങ്കെ, സൗരവ് ദാസ്, വിജേത ദാഹിയ, യോഗേന്ദ്ര യാദവ്, സോനം വാങ്ചുക്, അവിടെ വന്നിട്ടുള്ള മറ്റ് പ്രമുഖർ പ്രകാശ് രാജ്, ഷബാന ആസ്മി, ഇവരെയെല്ലാം ജന്തർ മന്ദറിൽ തന്നെ തൂക്കിക്കൊന്നേനെ. ഇറാനിലെ ശരിയ നിയമമായിരുന്നു ഭാരതത്തിലെങ്കിൽ ഏകാധിപത്യപരമായിട്ട് യഥാർത്ഥ ഏകാധിപതിയായി പെരുമാറുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഭാരതത്തിലെങ്കിൽ. ഭാരതം ജനാധിപത്യപരമായി ഭരിക്കപ്പെടുന്ന, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യത്തിൽ മറ്റേത് മുൻഗാമികളെക്കാളും കൂടുതൽ വിശ്വാസമുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിലായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ജന്തർ മന്ദറിൽ ഉണ്ടാകാത്തത്. ഇനി ജന്തർ മന്ദറിലെ പരസ്യമായിട്ടുള്ള വധശിക്ഷ വിട്ടേക്കും, അത് കുറച്ചുകൂടി ഒരു ഫാൻ ഫിക്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു കടന്ന് ചിന്തിക്കുന്നതായിട്ട്, ഒരു സിനിമാറ്റിക്കായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, പോലീസുകാരുടെ പ്രയോഗം അതിലെത്ര 50,000 ഒന്നും മരിക്കണ്ട, 200 പേർ മരിച്ചിരുന്നെങ്കിൽ എന്തായേനെ? ഏകാധിപതിയായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിച്ചേനെ. അതും സംഭവിച്ചില്ല. ആ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നാണ് ഇപ്പോൾ പാറ്റകൾ സുപ്രീം കോടതിയുടെ വിധി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. അതുപോലും അനുവദനീയമാണ്. ഇവിടെ പ്രധാനമന്ത്രിയെ അസഭ്യം പറയാം, സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിധി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാം, ഇതെല്ലാം ചെയ്യാം. അതിനെതിരെയെല്ലാം നിയമ നടപടികളുണ്ടാവും, അതിനവർ തക്കതായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. അത് പക്ഷേ നിയമപരമായി കൃത്യമായിട്ട് അവർക്കവരുടെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുവാനുള്ള അവസരങ്ങൾ, അതും പലപ്പോഴും പരസ്യമായി തന്നെ ജനങ്ങൾക്കും കാണുവാൻ സാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്കും ആ നിയമങ്ങളും അത് സംബന്ധിച്ച് അതിന് പിന്നാലെ ഉണ്ടാകുന്ന വിധികളും, വിചാരണകളും വിധികളും എല്ലാം വിലയിരുത്തുവാൻ തക്ക രീതിയിലേ ഇത്തരത്തിലുള്ള പ്രക്രിയകൾ ഭാരതത്തിൽ നടക്കാറുള്ളൂ. അടിയന്തരാവസ്ഥ കാലത്തൊഴികെ ഇന്ദിരാഗാന്ധി എന്നുള്ള ഏകാധിപതി ഏതാണ്ട് ഇറാനിൻ്റെ സമാനമായൊരവസ്ഥയിലേക്ക് ഭാരതത്തെ കൊണ്ടെത്തിച്ചിരുന്നു. അവരുടെ മകൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഈ ഒരു പറയുന്ന പോലെ തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരാളാണെന്ന് പറയും, പക്ഷെ കൃത്യമായിട്ടുള്ള ഭ്രാന്തൻ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സഞ്ജയ് ഗാന്ധി. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥ ഭാരതവും കണ്ടിട്ടുണ്ട്, കടന്നുപോയിട്ടുണ്ട്. അന്ന് ഭാരതത്തെ അതിൽ നിന്ന്, ആ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറ്റുവാനായിട്ട് മുന്നിട്ടിറങ്ങിയ പോരാളികളുടെ പിൻഗാമികളാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഏകാധിപതി ഉണ്ടാകുവാനോ അല്ലെങ്കിൽ ഏകാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുവാനോ ആ പിൻഗാമികൾ സമ്മതിക്കില്ല, അനുവദിക്കില്ല. അവർക്കത് ഇഷ്ടവുമല്ല. എങ്കിലും അവർക്ക് ഏകാധിപതികൾ എന്നുള്ള പേരാണ് ബാക്കി. ഒപ്പം ഭരിക്കുന്നവരുടെ മാതാവിനെയും പിതാവിനെയും ഒക്കെ ഏറ്റവും നീചമായ ഭാഷയിൽ അസഭ്യം പറയുക, അത്തരത്തിലുള്ള പ്രക്രിയകൾ. പക്ഷേ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ മറ്റൊരു മുഖമെന്ന് പറയുന്നത് നിയമ നടപടികൾ കൃത്യമായിട്ടുള്ള രീതിയിൽ കൈക്കൊണ്ട് കഴിഞ്ഞാൽ കരച്ചിലുകളുടെയും പിഴിച്ചിലുകളുടെയും മാപ്പ് പറച്ചിലുകളുടെയും വീഡിയോകളുടെ ഒരു നീണ്ട പ്രവാഹമായിരിക്കും ഈ അസഭ്യം പറഞ്ഞവർക്കും തോന്നിയവാസം കാണിച്ചവർക്കും ഒക്കെ ഉണ്ടാകുന്ന ആദ്യ തിരിച്ചടി, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ആദ്യ, ഇപ്പോഴും അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഞാൻ ട്രോമയിലേക്ക് പോവുകയാണ് എന്നുള്ള രീതിയിൽ പറയുമല്ലോ, അതായിരിക്കും ആദ്യത്തെ ശിക്ഷ. ഇനിയുള്ള വിചാരണയും അതിനുശേഷമുള്ള വിധിയും പുറകെ വരാതിരിക്കുന്നതേ ഉള്ളൂ. കാരണം അത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് വിശദമായി തന്നെ ചെയ്യേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ട് ആ വിഷയം കൂടുതൽ ഇപ്പോൾ പരാമർശിക്കുന്നില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് അമിത്ഷായാണെന്നുള്ള കാര്യം പലപ്പോഴും ഇവർ മറന്നു പോകുന്നു. ഓർത്താൽ തന്നെ അമിത്ഷായെ പലപ്പോഴും ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, വില കുറച്ച് കാണുന്നു. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക്
ആ വിഷയം പ്രത്യേകമായി കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ സംസാരിക്കാം. ഇപ്പോൾ ഇത് രണ്ടും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക പ്രേക്ഷകർ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളോട് പങ്കുവയ്ക്കുക. എങ്ങനെയാണ് ഇനിയും നിങ്ങളുടെ കൂട്ടത്തിലും കാണും പലരും ഏതെങ്കിലും ഒരു ക്രൂരമായിട്ടുള്ള ബലാത്സംഗമോ കൊലപാതകമോ ഒക്കെ നടക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു, ഗൾഫ് രാജ്യങ്ങളിലുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ അബൂ ഫൈസൽ സിപ്പാഹിയുടെ വിധി പലർക്കും ഉണ്ടായേനെ. അതുണ്ടാവാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും എന്നെപ്പോലെയുള്ളവർ ഗൾഫ് രാജ്യങ്ങളിലെ നിയമങ്ങൾ മനുഷ്യത്വപരമായിട്ടുള്ള നിയമങ്ങളല്ല, മാനവികമായിട്ടുള്ള നിയമങ്ങളല്ല എന്ന് സംശയലേശമെന്നീ പറയുന്നത്. ഇനി ഏകാധിപതികൾ തമ്മിലുള്ള താരതമ്യം. ഏകാധിപതി എന്നുള്ള ആരോപണം നേരിടേണ്ടി വരുന്നൊരു ജനാധിപത്യവാദിയും ഏകാധിപതിയായിട്ട് പോലും മഹാനായ ധീരനായ പോരാളി എന്ന് വാഴ്ത്തുപാട്ട് പാടുവാൻ ഈ ജനാധിപത്യ സ്നേഹിയുടെ ഭരണത്തിന് കീഴിലുള്ള ജിഹാദികൾ ഒരുങ്ങുന്ന ഭരണാധികാരികളും. അതപ്പോൾ മുമ്പുള്ള ഹോറിഫൈഡ് ആയിട്ടുള്ള അലി ഖംനേയി ആയാലും മുസ്താഫ ഖംനേയി ആയാലും അയാളുടെ പിന്നിൽ നിന്ന് അയാളുടെ ചരടുകൾ വലിച്ച് ഭരിപ്പിക്കുന്ന റവല്യൂഷണറി ഗാർഡിൻ്റെ തലവന്മാരായാലും ആരായാലും അവർ ഏകാധിപതികൾ തന്നെയാണ്. പക്ഷേ ജനാധിപത്യവാദിയായ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലിരുന്ന് ജിഹാദികളും അവരുടെ വായ്ത്താളക്കാരായിട്ടുള്ള ഇടത് ആവാസ വ്യവസ്ഥയും പറയുന്നത് ഈ ഏകാധിപതികളെല്ലാം ധീരരായ പോരാളികളാണ്, നരേന്ദ്രമോദി ഫാഷിസ്റ്റാണ്. ഈ വൈരുദ്ധ്യവും പ്രേക്ഷകരുടെ മുമ്പിലൊന്ന് അവതരിപ്പിക്കണമെന്ന് തോന്നി. അതിനാണ് ഈ വിഷയം ഇന്ന് കയ്യിലെടുത്തത്. അതിന് മാത്രമാണ്, ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ മാത്രമല്ല, ആദരാഞ്ജലികൾ തീർച്ചയായും അർപ്പിക്കേണ്ടതുണ്ട്, അത് പ്രത്യേകമായി തന്നെ അർപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള ഒരു സ്പാർക്ക് കിടപ്പുണ്ട്, ഒരു തീപ്പൊരി കിടപ്പുണ്ട്. ആ തീപ്പൊരിയെ ഒന്ന് പ്രേക്ഷകരായിട്ട് ആളിക്കത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ. കാരണം എങ്ങനെയാണ് ഇറാനെയും ഭാരതത്തെയും ഭരണവ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്? നരേന്ദ്രമോദി സത്യത്തിൽ ഫാഷിസ്റ്റാണോ? ജന്തർ മന്ദറിൽ ഈ ഇറാനിലൊക്കെ ചെയ്യുന്നത് പോലെ ക്രെയിനുകൾ കൊണ്ടുവരണോ? കാരണം അവിടെ ക്രെയിനിലാണ് തൂക്കുന്നത്, അല്ല തൂക്കുമരമൊന്നുമില്ല. ക്രെയിനിൽ കെട്ടി തൂക്കും, ക്രെയിൻ അങ്ങ് പൊക്കും. ക്രെയിനിൽ കഴുത്ത് കുരുക്കിയിട്ട് ക്രെയിൻ അങ്ങ് പൊക്കി അങ്ങ് തൂക്കും. എന്നിട്ട് ചിലപ്പോൾ ദിവസങ്ങളോളം ആ ശരീരം അവിടെ ഇട്ടിരിക്കും ചീഞ്ഞളിയുവാനായിട്ട്. എല്ലാം മതപരമായിട്ട് മാത്രം ചെയ്യുന്ന ഒരു രാജ്യമാണെന്ന് ഓർക്കുക. ജന്തർ മന്ദറിൽ അത്തരം ക്രെയിനുകൾ കൊണ്ടുവരാത്തത് കൊണ്ടാണോ ഇവർ നരേന്ദ്രമോദിയെ ഏകാധിപതി എന്ന് വിളിക്കാൻ ധൈര്യപ്പെടുന്നത്? കാരണം ഈ ഒരു 2026 ജനുവരി അവസാനത്തോടു കൂടി ഈ ഒരു പ്രക്ഷോഭം അടിച്ചമർത്തിയതിന് ശേഷം ഇപ്പോൾ ഇറാനിൽ ആരും പരസ്യമായിട്ട് ഈ ഖൊമനേയി ഈ ടീമുകളെയും റവല്യൂഷണറി ഗാർഡുകളെയും ഏകാധിപതി എന്ന് വിളിക്കാറില്ല. വിളിച്ചാൽ ചിലപ്പോൾ ക്രെയിൻ വരും എന്നുള്ള, ബുൾഡോസർ വരുമെന്നുള്ളത് പോലെ അല്ല ക്രെയിൻ വരുന്നത്. ക്രെയിൻ വന്നാൽ വീടല്ല ഇടിച്ചു നിരത്തുന്നത്, വീട് അവിടെ തന്നെ കാണും, ആൾ അതിൽ തൂങ്ങിയാടും, ഊഞ്ഞാലാടും. ജന്തർ മന്ദറിൽ അത്തരത്തിലുള്ള ക്രെയിൻ ഊഞ്ഞാലുകൾ ഇല്ലാത്തത് കൊണ്ടാണോ ഇവർ നരേന്ദ്രമോദിയെ ഏകാധിപതി എന്നും ഫാഷിസ്റ്റ് എന്നും വിളിക്കുന്നത്? ഇത് ഭാരതമാണ്, ഇത് നടക്കില്ല എന്ന് ഇടതാവാസ വ്യവസ്ഥയിലുള്ളവർ ഗർജിക്കും. എനിക്ക് അവരോട് പറയാനുള്ളത്, ജഗതി പറയുന്നത് പോലെ എൻ്റെ പൊന്നുമക്കളെ, അത്തരത്തിലുള്ളൊരു വ്യവസ്ഥ ഇവിടെ സൃഷ്ടിക്കാനാണ് നിങ്ങൾ ആരെയാണോ താങ്ങിക്കൊണ്ട് നടക്കുന്നത് അവന്മാർ ശ്രമിക്കുന്നത്. ജിഹാദികൾ ഈ അവിടെ വന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണവും വെള്ളവും ഒക്കെ തരില്ലേ, ആ മുഹമ്മദ് ജുനൈദിനെ പോലുള്ള ജിഹാദികൾ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. എന്തായാലും സുപ്രീം കോടതിയുടെ വിധിയൊന്നും സ്വീകാര്യമല്ല ഞങ്ങൾക്ക് പറഞ്ഞ് നടക്കുന്ന പാറ്റകൾ ഇന്നലത്തെ ഒരു ചർച്ചയിൽ കെ വി രാജശേഖരൻ സാർ പറഞ്ഞതുപോലെ മലർന്നാണ് വീണിരിക്കുന്നത് ജയിച്ചു എന്ന് കരുതി. അവർ സ്വയം ഒടുങ്ങും. മറ്റുള്ളവർക്ക്, പ്രക്ഷോഭകർക്ക്, അവരുടെ ഇടയിൽ കടന്നുകൂടിയ ക്രിമിനലുകൾക്ക് ഇനി അങ്ങോട്ട് നല്ല സ്വകമാണ്. കാരണം നേരിട്ട് ചിലർ ഈ കേസിൻ്റെ പശ്ചാത്തലങ്ങൾ പഠിക്കുവാനും അല്ലെങ്കിൽ ഈ കേസിൻ്റെ വിചാരണകളും അന്വേഷണങ്ങളും എല്ലാം അവയ്ക്കെല്ലാം മേൽനോട്ടം വഹിക്കുവാനും ഇറങ്ങിയിട്ടുണ്ട്. അമിത് അനിൽ ചന്ദ്ര ഷാ എന്ന പേരിൽ അറിയപ്പെടും, അമിത് ഷാ എന്ന ചുരുക്കപ്പേരിൽ വിളിക്കപ്പെടും, മോട്ടാഭായി എന്നും ചിലർ വിളിക്കും. നിങ്ങൾ ഫാഷിസ്റ്റ് അമിത് ഷാ, മോദിയുടെ ഫാഷിസ്റ്റ് അമിത് ഷാ എന്ന് വിളിക്കും. ആ വ്യക്തി എന്തായാലും ഇതിൻ്റെ മേൽനോട്ടങ്ങളുമായി ഇറങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകളും, പ്രത്യേകിച്ച് ബീഹാർ, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, ഈ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. സുപ്രീം കോടതി അന്വേഷണവുമായി മുന്നോട്ട് പോകുവാനുള്ള അനുവാദം അവർക്ക് നൽകിയിട്ടുമുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ, ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ വെറുതെ വിടണ്ട എന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളെ തൽക്കാലം വിട്ടേക്കൂ. വിദ്യാർത്ഥികളാണെങ്കിൽ മര്യാദയ്ക്ക് പ്രക്ഷോഭം ചെയ്യാനെത്തിയ അല്ലെങ്കിൽ പ്രതിഷേധിക്കുവാനെത്തിയ വിദ്യാർത്ഥികളാണെങ്കിൽ മര്യാദയ്ക്ക് പ്രതിഷേധിച്ചിട്ട് വീട്ടിൽ പോവുക. അല്ലാതെ നരേന്ദ്രമോദിയുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുകയല്ല. അങ്ങനെ വിളിച്ചവരെല്ലാം ഇപ്പോൾ പൊട്ടിക്കരഞ്ഞും നെഞ്ചത്തടിച്ചും നിലവിളിക്കുന്നുണ്ട്. പാറ്റകൾ കപിൽ സിബലിനെ മുൻനിർത്തിയൊരു
അഭിഭാഷകരുടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവർക്ക് നിയമസഹായം നൽകുവാൻ, ആർക്ക്? ഈ ക്രിമിനലുകൾക്ക്. അത് സംബന്ധിച്ചെല്ലാം വിശദമായിട്ട് വിശകലനങ്ങൾ, ആ വിഷയങ്ങൾ, ഓരോരോ പ്രത്യേക വിഷയങ്ങൾ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ചെയ്യാം. വിശദമായിട്ടുള്ള വാർത്തകളും തെളിവുകളും തന്നെ തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ ഇതുവരെ വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഈ വിഷയം, ഇറാനും ഭാരതവുമായിട്ടുള്ള താരതമ്യം, ഇറാനിലെ ഭരണകൂടവും നരേന്ദ്രമോദിയുടെ ഭരണകൂടവും തമ്മിലുള്ള താരതമ്യം, അതേ സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.